മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾക്ക് 2014 കാതോലിക്ക ദിനാശംസകൾ അർപ്പിച്ചുകൊള്ളട്ടെ. ഈ കാതോലിക്ക ദിനത്തിൽ മലങ്കര സഭയുടെ ഒരു ചരിത്ര പുരാണം പറയുവാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഈ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് അതിനെ അതിജീവിക്കത്തക്ക രീതിയിൽ ഇന്നത്തെ ആധുനിക മലങ്കര ഓർത്തഡോക്സ് സഭയെ എങ്ങനെ സജ്ജമാക്കാം എന്നുള്ള ചെറിയ എളിയ ചിന്തകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എനിക്ക് നിങ്ങൾക്കുമായിട്ട് മുമ്പിൽ തുറന്നു കിടക്കുന്ന ഈ ചിന്തകൾ നാളെയുടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സ്വപ്നങ്ങളായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചെറിയ ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട്, മലങ്കര ഓർത്തഡോക്സ് സഭ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധി എന്ന് പറയാം ദൗത്യ നിർവഹണത്തിലുള്ള വീഴ്ചയാണ്. ക്രിസ്തുവിൻ്റെ യഥാർത്ഥമായിട്ടുള്ള സുവിശേഷം ലോകത്തിൻ്റെ എമ്പാടും അറിയിക്കണമെന്നുള്ള അപ്പോസ്തോല ദൗത്യം ഏറ്റെടുത്ത തിരുസഭ ഇന്ന് വളരെ ഇൻക്ലൂസീവായിട്ട് സഭാവിശ്വാസികൾക്ക് മാത്രം വിശ്വാസം ആരാധനയും നൽകുന്ന ഒരു ചെറിയ സമൂഹമായിട്ട് നമ്മൾ തീർന്നിട്ടുണ്ടെങ്കിൽ എവിടെയോ ഒരു പാളിച്ചകൾ ഇതിൻ്റെ സംവിധാനത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും എത്തിക്കണം എന്നുള്ളതാണ് മലങ്കര ഓർത്തഡോക്സ് സഭ ഏറ്റെടുക്കേണ്ട ഒന്നാമത്തെ വെല്ലുവിളി. ഇന്ന് മലങ്കര സഭ അഭിമുഖീകരിക്കുന്ന മറ്റൊരു വെല്ലുവിളി വൈദിക അവൈദിക തമ്മിലുള്ള ദൂരം കൂടുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ്. ആളുകൾക്കൊപ്പം ജീവിക്കുന്ന ഇടയൻ്റെ സ്നേഹ പങ്കുവച്ച ക്രിസ്തുവിൻ്റെ സുവിശേഷം ഇന്ന് ആടുകളും ഇടയനും തമ്മിൽ ഉള്ള ദൂരം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ മലങ്കര ഓർത്തഡോക്സ് സഭ ഇന്ന് ഉണർന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ട് ഈ ദൂരം കൂടുന്നു? ഈ സഭയുടെ കോർപ്പറേറ്റ് ചട്ടക്കൂടുകളിൽ നിന്നും മാറിയിട്ട് പിതാവിനും മക്കളും തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ കിരണങ്ങൾ പതിപ്പിക്കത്ത രീതിയിൽ ഇന്ന് സഭയുടെ പൗരോഹിത്യ നേതൃത്വവും അവൈദികരും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കാനുള്ള ഒരു ബാധ്യതയാണ് ഇന്ന് ആധുനിക സഭ ഏറ്റെടുക്കേണ്ട മറ്റൊരു വെല്ലുവിളി. സഭയ്ക്ക് കോർപ്പറേറ്റ് മാനേജ്മെൻ്റ് ഉണ്ട്. ഇതെല്ലാം ഒരു ബിസിനസ് പോലെ നടന്നു പോകുന്നു എങ്കിൽ പോലും അതൊക്കെ അതിൻ്റെ ഒരു ഭാഗം, ഒരു സമൂഹത്തിൻ്റെ ഒരു സമുദായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചിന്തയാണെങ്കിൽ പോലും പ്രധാനമായിട്ടുള്ള ചിന്താഗതി ക്രിസ്തുവിൻ്റെ സുവിശേഷം, സ്വന്തം ആ സ്നേഹം അജഗണങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ആ ദൂരം കുറച്ചിട്ട് ആ വൈദിക ശ്രേണി അവൈദികരുമായിട്ടുള്ള ദൃഢമായുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് എനിക്ക് രണ്ടാമതായിട്ട് ഒരു വൈതരണിയായിട്ട് കാണുന്നതും മലങ്കര ഓർത്തഡോക്സ് സഭ ഏറ്റെടുക്കേണ്ട മറ്റൊരു ചലഞ്ചായിട്ട് എനിക്ക് ഇവിടെ പറയാനായിട്ട് സാധിക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഇന്ന് കേരളത്തിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ സഭയല്ല. മലങ്കര ഓർത്തഡോക്സ് സഭ ഇന്ന് ഒരു ആഗോള സഭയായിട്ട് വികസിച്ച് വന്നിരിക്കുകയാണ്. യൂറോപ്പിലും അമേരിക്കയിലും വിവിധ സ്ഥലങ്ങളിലുമായിട്ട് ഇന്ത്യക്ക് പുറത്ത് വളരെയധികം ദേവാലയങ്ങളും സമൂഹങ്ങളുമായിട്ട് ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ വികസിച്ച് പന്തലിക്കുകയാണ്. പുതിയ കാഴ്ചപ്പാടുകളും പുതിയ ജീവിതവും പുതിയ ജീവിതത്തോടും ഉൾക്കൊണ്ടുകൊണ്ട് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു പുതിയ ഉൾക്കാഴ്ചയോടെ ഈ ലോകത്തെ വീക്ഷിക്കാനായിട്ട് സാധിക്കണം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഈ 2014 ബഡ്ജറ്റിൽ 470 കോടി രൂപയുടെ പദ്ധതികളും വരവ് ചെലവുകളുള്ള ഒരു വലിയ ബൃഹത് ബജറ്റാണ് അവതരിപ്പിച്ചത്. അതിനകത്ത് ഇന്ത്യക്ക് പുറത്തൊരു സമൂഹമുണ്ടോ എന്ന് പോലും സംശയിപ്പിക്കത്തക്ക രീതിയിലാണ് നാട്ടിലെ ക്രമീകരണങ്ങൾ കാണുന്നത്. അത് മാറിയിട്ട് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു വലിയ സമൂഹത്തെപ്പറ്റി അവരുടെ ഉൾക്കാഴ്ചകളും അവരുടെ പ്രശ്നങ്ങളും പദ്ധതികളെ പറ്റിയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പുതിയ ബജറ്റ് അടുത്ത വർഷമെങ്കിലും ഉണ്ടാകണം എന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ബജറ്റ് സമ്മേളനത്തിൽ ഞാൻ സംസാരിച്ചിരുന്നു. അത് ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഒരു ആഗോള സഭ എന്നുള്ള രീതിയിലുള്ള ഉൾക്കാഴ്ചയോടുകൂടി ഒരു കാഴ്ചപ്പാടോടുകൂടി ഇന്ന് സഭ ഈ ലോകത്തെ വീക്ഷിക്കണം എന്നുള്ളതാണ് മൂന്നാമത് എനിക്ക് പറയാനുള്ള. അക്കൂട്ടത്തിൽ തന്നെ WCCയിലുമൊക്കെ അഭിമന്യ സക്കറിയാസ് മാർ നിക്കോളാസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ WCCക്ക് ഇന്ന് നമ്മുടെ സഭ നേതൃത്വം നൽകുന്നുണ്ട്. എന്നാൽ ഓർത്തഡോക്സ് കമ്മിറ്റിയിൽ, അതായത് റഷ്യൻ, ഗ്രീക്ക്, എറിത്രിയൻ അല്ലെങ്കിൽ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭകളിൽ ഇങ്ങനെയുള്ള വിവിധ ഓർത്തഡോക്സ് സഭകളുടെ കമ്മിറ്റിയിൽ, ഫാമിലിയിൽ ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കും എത്യോപ്യൻ സഭയ്ക്കും രണ്ടാം പൗരത്വമാണ് കാണുന്നത് എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തുകൊണ്ട് ഈ വർണ്ണം വിവേചനം ഈ ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയിൽ
നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ ഈ ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയുടെ ഓറിയൻ്റൽ ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയുടെ സമൂഹത്തിലൊക്കെയും പറയത്തക്ക രീതിയിലുള്ള നേതൃത്വത്തിൻ്റെ അഭാവം ഇന്ന് മലങ്കര സഭയ്ക്കുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു മെത്രാപ്പൊലീത്ത തന്നെ എന്നോട് പറയുകയുണ്ടായി, എയർപോർട്ടിൽ വെച്ച് മറ്റൊരു സിറിയൻ ഓർത്തഡോക്സ് സഭയിലെ മെത്രാപ്പൊലീത്ത കണ്ടപ്പോൾ തമ്മിൽ അഭിവാദനം ചെയ്തു. അദ്ദേഹവും രണ്ടുപേരും ഒരേ വേഷധാരികളാണെങ്കിൽ പോലും ആർ യു എ ക്രിസ്ത്യൻ എന്ന് നമ്മുടെ മെത്രാപ്പൊലീത്തയോട് ചോദിച്ചു. തിരുമേനിക്ക് അത് വളരെയധികം പ്രയാസമുണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. ഒരു ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയിൽ മറ്റൊരു ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റി വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ അംഗീകരിക്കാൻ പോലും മടിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ മലങ്കര ഓർത്തഡോക്സ് സഭ ഏറ്റെടുക്കേണ്ട മറ്റൊരു പ്രധാന വെല്ലുവിളി ഇതിനെ എങ്ങനെ അതിജീവിക്കും എന്നുള്ളതാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് നാളെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വം ഈ ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് നല്ലൊരു സ്ഥാനം കണ്ടുപിടിക്കുവാനായിട്ട് ആ ഒരു സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ഏത് രീതിയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ഓർത്തഡോക്സ് കോമിറ്റിയിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു ചലഞ്ചാണ് ആധുനിക മലങ്കര സഭ ഏറ്റെടുക്കേണ്ടത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കഴിഞ്ഞ മാനേജിംഗ് കമ്മിറ്റിയിൽ നടന്ന ചർച്ചയിൽ ഹൂദായോ ഖാനോനെ പറ്റി ഉള്ള പരാമർശങ്ങൾ മാറി മറിഞ്ഞു വന്നു. അപ്പോഴാണ് ഈ ഖാനോൻ പരിഷ്കരണത്തെ പറ്റിയുള്ള ചിന്തയും വന്നത്. 13-ാം നൂറ്റാണ്ടിലെ ബാറബ്രായ എഴുതിയ അറബി സമൂഹത്തിൽ എഴുതിയ അതുവരെയുള്ള നിയമങ്ങളുടെ നിർദ്ദേശങ്ങളുടെ ഒരു സംഹിതയാണ് ഹൂദായ ഖാനൂൻ എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ എഴുതിയ സംവിധാനങ്ങൾ ഇന്ന് 7-8 നൂറ്റാണ്ടുകൾക്ക് ശേഷം മലങ്കര സഭയിൽ നമ്മുടെ അടിസ്ഥാന ഘടകമായിട്ട് തീരുന്നത് വളരെയധികം വൈരുദ്ധ്യങ്ങളോടെ മാത്രമേ നോക്കിക്കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു സമൂഹത്തിലും ഈ ഒരു സമൂഹത്തിലും എന്തൊക്കെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ചുറ്റുപാടുകൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മലങ്കര സഭ ഏറ്റെടുക്കേണ്ട മറ്റൊരു വെല്ലുവിളി എന്ന് എനിക്കിവിടെ പറയാനുള്ളത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാത്രമായിട്ടുള്ള ഒരു കാനോൻ പരിഷ്കരണ പദ്ധതി നടപ്പിലാകണം. ഇനിയെങ്കിലും ഇത് ഉണ്ടാകണം. നമുക്ക് മലങ്കര സഭയ്ക്ക് വളരെയധികം വിലപ്പെട്ട ചരിത്രകാരന്മാരും ഗ്രന്ഥകാരന്മാരും കാനോൻ പണ്ഡിതന്മാരും ഉള്ള സ്ഥിതിക്ക് അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് മലങ്കര ഓർത്തഡോക്സ് സഭയുടേതായിട്ടുള്ള ഒരു കാനോൻ പ്രക്രിയ, കാനോൻ സംരംഭം ഇനിയെങ്കിലും ഉണ്ടാകണം എന്നുള്ളതാണ് ആധുനിക മലങ്കര ഓർത്തഡോക്സ് സഭ ഏറ്റെടുത്തേണ്ട മറ്റൊരു വെല്ലുവിളി. ഹൂദായ ഖാനോനെ പറ്റി പറയുമ്പോൾ വി.സി. സാമുവൽ അച്ഛൻ്റെ അന്ത്യോക്യൻ ബന്ധങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇതൊരു പയസ് ഫ്രോഡാണെന്ന് പോലും. വളരെയധികം ചരിത്രത്തെ വളച്ച് ഒടിച്ച ഒരു കാനോനാണ് ഹൂദായ ഖാനോൻ ഇന്ന് നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായിട്ട് മാറിയിട്ടുള്ളത്. ആ ഒരു സത്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു അസ്തിത്വത്തിൽ ഒരു കാനോൻ നിയമാവലി നമുക്ക് ഇനിയെങ്കിലും ഉണ്ടാകേണ്ടത് മലങ്കര സഭ ഏറ്റെടുക്കേണ്ട ആധുനിക മലങ്കര സഭ ഏറ്റെടുക്കേണ്ട ഒരു വെല്ലുവിളി തന്നെയാണെന്ന് എനിക്ക് നിഷ്പക്ഷം പറയാൻ സാധിക്കും. പൈതൃകങ്ങൾ സംരക്ഷിക്കപ്പെടണം. 2000 വർഷം പഴക്കമുള്ള മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് വളരെയധികം ചരിത്രങ്ങൾ നഷ്ടപ്പെട്ടു. ഇന്ന് നമുക്ക് ഭാവിക്ക് വേണ്ടി പുറപ്പെടുവിക്കുവാനായിട്ടുള്ള, പുറത്ത് കാട്ടുവാനുള്ള, എടുത്തു കാട്ടുവാനുള്ള ചുരുക്കം കാര്യങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇനിയെങ്കിലും പൈതൃകങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ട് പഴയ കണ്ണികളെ കോർത്തെടുത്തുകൊണ്ട് നമുക്ക് ഭാവിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നിക്ഷേപങ്ങൾ സമാഹരിക്കുവാനായിട്ട് സാധിക്കണം. ആ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് മലങ്കര ഓർത്തഡോക്സ് സഭ 1653 കൂനൻ പ്രധാനമായ കൂനൻകുരിശ് സംഭവം നടന്ന ആ സ്ഥലം പുനരുദ്ധരിക്കുകയും അവിടെ സ്മാരകവും മ്യൂസിയവും ഭാവിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയും ക്രമീകരിക്കുന്ന ഒരു വലിയ പദ്ധതി അവളെ സഭ ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മസൂരി പട്ടണത്തിൽ ഇന്ന് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റോട് കൂടി ബന്ധപ്പെടുത്തി അവിടെ നടക്കുന്ന എക്സ്കവേഷൻസും 2000 വർഷം മുമ്പ് ഇവിടെ നടന്ന സിറിയൻ കുടിയേറ്റത്തെപ്പറ്റിയും റോമൻ നാണയങ്ങൾ അവിടെ നിന്ന് കിട്ടുകയൊക്കെ ചെയ്തു. അങ്ങനെയുള്ള ചരിത്രപരമായിട്ടുള്ള ബന്ധങ്ങളോടുകൂടി മാർത്തോമാശ്ലീഹ ഇന്ത്യയിൽ വന്നുള്ള ചരിത്ര സംഭവം ഒരിക്കൽ കൂടി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്റ്റഡിയാണ് അവിടെ നടന്നു വന്നിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സ്റ്റഡികൾ ഇനി നിരണത്തും കൊല്ലത്തും ഒക്കെ ഉണ്ടാകണം. അതിന് നേതൃത്വം നൽകുന്ന ഉള്ളൊരു സംവിധാനം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വത്തിൽ നിന്നും സംവിധാനത്തിൽ നിന്നും ഉണ്ടാകണം. അതാണ് ഇനിയും നമ്മൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു വെല്ലുവിളി. ആത്യന്തികമായി നമ്മുടെ വിശ്വാസത്തിന് ലോകത്തിന് കൊടുക്കാൻ പറ്റുന്ന മൃതസഞ്ജീവനി എന്ന് പറയുന്നത് സമാധാനം. അത് ക്രിസ്തുവിൻ്റെ സമാധാനം. ലോകത്തിന് കൊടുക്കാൻ പറ്റുന്ന സമാധാനമല്ല ക്രിസ്തുവിൻ്റെ സമാധാനം എന്ന് പറയുന്നത്. ആ ഒരു സുവിശേഷം ലോകത്തിന് കൊടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ
മലങ്കര സഭ വളരെയധികം ധന്യമായിരിക്കും. രോഗം, ദുഃഖം, നഷ്ടങ്ങൾ, കഷ്ടപ്പാടുകൾ ഒക്കെയും അതിനിടയിലൊക്കെയും സമാധാനത്തിൻ്റെ ചില സ്ഫുരണങ്ങൾ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള അഹന്ത, ഞാനാണെന്നുള്ള ഭാവം, എൻ്റെ മാത്രമാണ് എല്ലാം ശരി എന്നുള്ള ചിന്ത ഈ സമാധാനത്തെയൊക്കെ കെടുത്തിക്കളയുന്ന ദുഷ്കരമായ ഒരു വിഘടന ഭാവമാണ്. നമുക്ക് മറ്റുള്ള സമൂഹത്തെ ഉൾക്കൊള്ളുവാനും മറ്റുള്ള പ്രയാസങ്ങളെ, മറ്റുള്ളവരുടെ പാപങ്ങളെയും രോഗങ്ങളെയും അല്ലെങ്കിൽ അവരുടെ കുറവുകളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതെല്ലാം സാംശീകരിച്ചുകൊണ്ട് ശരി എന്താണ്, സമാധാനം എന്താണെന്ന് ഉള്ള ഒരു കാഴ്ച ലോകത്തിന് കൊടുക്കാനായിട്ട് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് കഴിയും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസവും എൻ്റെ പ്രതീക്ഷയും. അങ്ങനെയുള്ള ഒരു നല്ല നാളേക്ക് വേണ്ടി, നല്ല പ്രതീക്ഷയുള്ള, നല്ല ശോഭനമായ ഒരു കാതോലിക്കറ്റിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകളെ ചുരുക്കുന്നു. ശിഷ്യർക്കു നൽകിയ അതിശ്രേഷ്ഠാചാര്യത്വം